ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിട്ടുകാച്ച് നമസ്കാരം ഇരിക്കട്ടെ. മത്തി അത് നമ്മുടെയൊക്കെ ഒരു വികാരം തന്നെയാണ്. എന്നാ പറഞ്ഞാലും ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും. എന്നാൽ പിന്നെ ഒരു മത്തി വെച്ച് കിട്ടുക്കം പീരായാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ നോക്കാം. ആദ്യം തന്നെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കേട്ടോ, അതൊന്നും കൂടി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കാൻ പോകണേ. ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സ്റ്റൈലായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കുന്ന ആദ്യത്തെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന കിടക്കാച്ച റെസിപ്പികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുന്നത്. അപ്പോൾ മിക്സി ജാറെടുത്തു, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി കണ്ടില്ലേ, കൂടെ ഒരു ഇച്ചിരി പച്ചമുളക്, ശരിയല്ല അത്യാവശ്യം പച്ചമുളകും, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ഇട്ട ശേഷം ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം മിക്സി ജാറിൽ കൊള്ളത്തില്ല, അപ്പോൾ എടുത്തു, അതിലേക്ക് തേങ്ങ പീര ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു. കാരണം ഇത് നമ്മൾ ബൾക്കായിട്ട് അടിക്കുന്നതുകൊണ്ടാണ് രണ്ടായിട്ട് തന്നെ ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ചു. അതിനുശേഷം ഇവനെ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോകും കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. കണ്ടില്ലേ, ഈ രൂപത്തിലായ ശേഷം നമ്മൾ ആദ്യം തന്നെ ഉരുളി ചൂടാക്കുന്നു. ഉരുളി അല്ലെങ്കിൽ ചട്ടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉരുളിയിലാണ്. ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് ഒരു മറിക്കുന്നു. കുറച്ച് ശേഷം ഇച്ചിരി കറിവേപ്പില ഇട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ ആ തേങ്ങാപ്പീര നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ എടുത്തൊരു മറിക്കുന്നു. അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട ശേഷം അവനെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് ലൈറ്റായിട്ട് മതി, അധികം വേവിക്കരുത്. ലൈറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ആവിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ മഞ്ഞപ്പൊടിയൊക്കെ അതിലൊക്കെ മൊത്തത്തിൽ ഒന്ന് മിക്സായി മൊത്തത്തിൽ കളറായി നല്ല ഒരു ആ പച്ചപ്പൊന്ന് മാറി കിട്ടും. പച്ചപ്പൊന്ന് മാറി കിട്ടുമ്പോഴേക്ക് നേരെ ഇതുപോലെ അങ്ങ് പരത്തി അങ്ങ് വെക്കുക. കാരണം ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളത് മത്തി ഓരോന്നായി അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളങ്ങ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്യുക നല്ല ഭംഗിയായിട്ട്. അത്തപ്പൂക്കൾ ഇടുന്ന പോലെ അങ്ങ് കിട്ടും. ഇപ്പോൾ വീട്ടിലൊക്കെയാണ് ചട്ടിയാണെങ്കിൽ ചട്ടിക്കകത്താണെങ്കിൽ അതിലേക്ക് ചെറുതായിട്ട് മത്തി ഇങ്ങിട്ട് ഇതുപോലെ അങ്ങ് മറിച്ച് സെറ്റാക്കി അങ്ങ് വെച്ചാൽ മതി. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അങ്ങ് ആരി വെക്കുക. എന്നിട്ട് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അടപ്പ് വെച്ച് മൂടി വെച്ച് ഇനി ഇവനങ്ങ് പുഴുങ്ങിയെടുക്കാം. അത് ആവിച്ചെടുക്കുക. പീര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വേറെ ടൈപ്പ് ഒരു കുക്കിങ്ങാണ്. ഇതുപോലെ ഒരു ഒരു പകുതി ആയി കഴിയുമ്പോഴേക്ക് ഈ പീരയും ഈ മീനും എല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോഴേക്ക് അതെല്ലാം കൂടെ ആ മസാല എല്ലാം കൂടെ ആ മീനയിലൊക്കെ അങ്ങ് പിടിച്ച് ഇപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നു കേട്ടോ. സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. മീൻ പീര എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കറിയാം, നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം സാധനം അല്ലേ. എന്നിട്ട് ഇവനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടി ഇതുപോലെ അങ്ങ് കൂട്ടി വെച്ച ശേഷം ഇനി ഇവനെ ഇത് വേവുന്ന വരെ ഒന്ന് നമുക്ക് മൂടി വെക്കാം. അത് അധികം നേരം ഒന്നും വേണ്ടി വരില്ല കേട്ടോ. മീനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതുകൊണ്ടൊരു മാക്സിമം പോയൊരു 10 മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല. ഇങ്ങനെ മൂടി വെച്ചേക്കാം. മൂടി വെച്ച ശേഷം ഇവൻ റെഡിയായി. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് സംഭവം കേട്ടോ. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ സംഭവം. എന്നിട്ട് ഇവനെങ്ങനെ പയ്യെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക, മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് എല്ലാം ഒന്ന് പരുവും രൂപവും ഭാവമൊക്കെ ഓവറായിട്ട് വേവിക്കരുത്. ഓവറായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം വറ്റി ഒരു ഡ്രൈ ആയിട്ടൊരു വേറൊരു രൂപത്തിൽ തോരൻ പോലെ ആയിപ്പോകും. ഓവറായിട്ട് വേവില്ല. ഇങ്ങനെ സ്റ്റീമിട്ടിൽ പുഴുങ്ങി കഴിയുമ്പോൾ മാത്രമേ ആ ജ്യൂസി ആയിട്ട് ഇതുപോലെ ജ്യൂസി ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ആ തേങ്ങയുടെ ജ്യൂസി മീനിൻ്റെ ജ്യൂസി എല്ലാം കൂടെ ആകുമ്പോഴേക്കും വേറെ ടേസ്റ്റ് അല്ല ചങ്ങാതി. ലെവൽ ആ പുളി എല്ലാം കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ പൊന്നോ കൊതി വന്നിട്ട് രക്ഷയില്ല. എന്നിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതുപോലൊരു മീൻ പീസ് എടുത്തിട്ട് നേരെ കണ്ണടച്ച് വായിലേക്ക് വെച്ചിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ ചങ്ങാതി ചോറിൻ്റെ കൂടെയൊക്കെ പിടുത്തം പിടിക്കണം. എൻ്റെ ചങ്ങാതി കിള്ളി പോവും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കിടക്കാച്ച് കമൻറ്റുകളും കിട്ടും. ഒന്നും നോക്കണം, കണ്ണടച്ചിട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കിടക്കാച്ചായിട്ട് കാണാം.